അപ്പോൾ മാർക്കറ്റിൽ നിഫ്റ്റീൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു, ഓക്കെ എന്ന് തന്നെ പറയാം. ഇനി ബാക്കിയുള്ളത് ടൈം കറക്ഷനാണ്. അപ്പോൾ ഈ ടൈം കറക്ഷൻ ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ഓൾറെഡി ഒരു 4 മാസം മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയായാലും ക്രാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ഒരു യുഫോറിയ സ്റ്റേജിൽ കൂടെ പോകുന്ന ഒരു മാർക്കറ്റായിരുന്നു ആ സമയത്ത് കണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം എന്താ പറയുക, പല സമയങ്ങളിലായി പല ടൈമുകളിലായി ഞാൻ എൻ്റെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ അപ്ഡേറ്റ് ചെയ്ത വീഡിയോസിലൊക്കെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ക്രാഷൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം, റൈറ്റ്. അപ്പം ഈ ക്രാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ വിറ്റ് ഒഴിവായി മാറി നിൽക്കുകയാണോ ചെയ്തത്? അല്ല, ഒരിക്കലും അല്ല. കാരണം ഈ ഒരു കറക്ഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ഏകദേശം 8ഓളം പ്രോഫിറ്റാണ് ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഈ കറക്ഷൻ സ്റ്റേജിൽ മാത്രം. ഓക്കെ, ഓവറോൾ പോർട്ട്ഫോളിയോ നമ്മൾ 29%, 25% ഒക്കെ ഡൗൺ ആയിരുന്നു എങ്കിലും അതിനിടയ്ക്ക് തന്നെ ഇത്രയും പ്രോഫിറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റി, ചെറുതും വലുതുമായിട്ടുള്ള. അപ്പം അതൊക്കെ എപ്പോൾ ആ പ്രോഫിറ്റ് വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല, റൈറ്റ്. ഇപ്പോൾ നാൽവ സൺസ് പോലത്തെ കമ്പനികളൊക്കെ ഈ ഒരു കറക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്, റൈറ്റ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ബാറ്ററിയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം ഈ പ്രോഫിറ്റുകളും ഈ കറക്ഷനിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് എന്നത് മറക്കാതിരിക്കുക, ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ നല്ല കമ്പനികളെ നല്ല സമയത്ത് കണ്ടുപിടിച്ച് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ടെൻറ്റേറ്റീവ് ടാർഗറ്റ് എന്ന് വെച്ചാൽ കൃത്യമായ ടാർഗറ്റ് നമുക്കുണ്ടായിരുന്നു ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉള്ള ടാർഗറ്റുകൾ എപ്പോൾ എത്തുന്നോ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ കറക്ഷനാണ്, അപ്പോൾ കറക്ഷൻ ഈ രീതിയിൽ കടന്നു പോകും, ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഒരു മെയ് ജൂൺ മാസങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ മാർക്കറ്റ് ഒരു എന്താ പറയുക പീക്കിലെത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതേ സ്റ്റോക്കുകൾ, ഇപ്പോൾ റെഡിൽ കാണുന്ന എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പ്രോഫിറ്റിൽ എത്തുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് വെറും പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കഥയായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ, ഓക്കെ. കോവിഡിൽ എല്ലാവരും പറഞ്ഞു ദിസ് ഇസ് ദ എൻഡ്, ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ല, ഇന്ത്യ തീർന്നു, മാർക്കറ്റ് തീർന്നു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഓക്കെ. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പേഷ്യൻസോടു കൂടി ഹോൾഡ് ചെയ്യുക. എല്ലാ സ്റ്റോക്കുകളും നമ്മുടെ പ്രോഫിറ്റിൽ തന്നെ നമുക്ക് എന്താ പറയുക സെല് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.